വന്നാൽ എങ്ങനെ, എ ടീം ഇപ്പൊ ഒന്ന് സ്ട്രോങ് ആണ്, അപ്പൊ എന്റെ ബി ടീം ഇപ്പൊ ഒന്ന് വീക്ക് ആണ്, അവിടേക്ക് ഈ ചേച്ചി വന്നാൽ എങ്ങനെ, ആ ചേട്ടനെ കൊണ്ടുവന്നാൽ എങ്ങനെ, അങ്കിളിനെ കൊണ്ടുവന്നാൽ എങ്ങനെ, ക്ലാസ്മേറ്റ് വന്നാൽ എങ്ങനെ, ഇങ്ങനെ നമ്മൾ ആ ഒരു മനോഭാവം, ഞാൻ ആളെ ചേർത്തുന്ന തൊഴിലല്ലേ ചെയ്യുന്നത്, അപ്പൊ ആളെ ചേർത്തുന്ന ഞാൻ ആളുകളെ അന്വേഷിക്കുന്ന മനസ്സിലേക്ക് കൂടി ഞാനൊന്ന് എത്തണം. അപ്പൊ എ പേഴ്സൺ ഇൻ യുവർ ലിസ്റ്റ് ഈസ് എ സസ്പെക്ട്. 150 പേരുടെ ലിസ്റ്റ് ഇപ്പൊ കയ്യിലുണ്ട്, ശരിയല്ലേ? ഹലോ, റെഡിയാണോ? ആ 150 പേരും ആരാ? സസ്പെക്ട് ആണ്. നമ്മൾ എപ്പോഴാണോ ഇവർക്ക് പ്രോസ്പെക്ടിങ് നടത്തുന്നത് അപ്പോഴേ ഇവർ ആരായിട്ട് മാറുന്നുള്ളൂ? പ്രോസ്പെക്ട് ആയിട്ട് മാറുന്നുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സസ്പെക്റ്റിനോട് പ്ലാൻ പറഞ്ഞാൽ ഇവിടെ തട്ടും തെറിച്ചു പോകും, ഒരല്പം വെയിറ്റിലടിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് ആർക്കോ എന്നെ അത്ര കണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു കൈയ്യടി തരൂ. ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട വെയിറ്റിലടിച്ചു പോകും. അപ്പോ നമ്മുടെ ലിസ്റ്റിലുള്ള ആൾ സസ്പെക്ട് ആണ്. ഈ സസ്പെക്ട് പ്രോസ്പെക്ട് ആയിട്ട് മാറണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോസ്പെക്ടിങ് ചെയ്യണം. സസ്പെക്റ്റിനോട് പ്ലാന് പറഞ്ഞിട്ട് കാര്യം ഇല്ല. പ്ലാന് പറയേണ്ടത് ആരോടാ? പ്രോസ്പെക്റ്റിനോടാണ് നമ്മൾ പ്ലാന് പറയേണ്ടത്. സസ്പെക്ട് will become prospect after prospecting. To receive new VBO, you need to prospect people. Without prospecting, if you present the opportunity, it will not produce desired result. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താ? നിങ്ങൾ അർജുൻകെ വസന്ത് നിങ്ങളുടെ കൂട്ടുകാരനാണ് ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്റെ അനിയനാണ് ഞാൻ. എനിക്ക് നിങ്ങൾ പ്ലാന് തരാൻ വരുമ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്ന റിസൾട്ട്? ഞാൻ യെസ് പറയണം, അതല്ലേ? പക്ഷെ പ്രോസ്പെക്ടിങ് നടത്താതെ പ്ലാന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന യെസ് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസ്പെക്ടിങ്ങിന് വലിയ പ്രാധാന്യം നമ്മളുടെ ഈ ബിസിനസ്സിനകത്തുണ്ട്. ഒരു കർഷകൻ, നമ്മളൊക്കെ കാർഷിക വൃത്തിയിലൂടെ വന്ന ആളുകളായിരിക്കും ബഹുഭൂരിപക്ഷം, ശരിയല്ലേ? ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ ചുമ്മാ വിത്തെടുത്ത് കയ്യിൽ വെച്ച് അങ്ങ് വിതയ്ക്കുകയാണ്? അല്ല, വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നിലമൊഴുകും, കളം പറിച്ച് നിലമൊരുക്കി കളമൊരുക്കും, ശരിയല്ലേ? അതിനുശേഷമേ എന്ത് ചെയ്യുള്ളൂ? ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആ വിത്ത് അങ്ങോട്ട് വെക്കും. ഇല്ലേ, എന്റെ പൊന്ന് തമ്പുരാനെ, ഇതൊന്ന് മുളയ്ക്കണേ, ശരിയല്ലേ? ഇതേപോലെയാണ് നമ്മളുടെ ഈ ബിസിനസ്സിൽ പ്രോസ്പെക്ടിങ്. ഞാൻ എൻ്റെ കഴിഞ്ഞ 11 വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആളുകൾ ഏറ്റവും തെറ്റുവരുത്തുന്ന, വീഴ്ച വരുത്തുന്ന ഒരു ഡയമണ്ട് ആവാനുള്ള 8 കോർ സ്റ്റെപ്പുകളിൽ ഒന്നാണ് ഈ 3ാമത്തെ സ്റ്റെപ്പ്, പ്രോസ്പെക്ടിങ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ജാഗരൂകരായിട്ട് എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് നന്നായിട്ട് ഉൾക്കൊള്ളണം. മെർസിഡീസ് വേണോ? 1/2 കിലോ ഗോൾഡിന് പകരം 1 കിലോ ഗോൾഡ് വേണോ? ഫ്ലാറ്റ് വേണോ? ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8 കോർ സ്റ്റെപ്പുകൾ നമ്മളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പൊ പ്രോസ്പെക്ടിങ്ങിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. സോ ഈ പ്രോസ്പെക്ടിങ്ങുമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒക്കെ രീതി എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ, മെജോറിറ്റി ആളുകൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാറ്റഗറി ആയിരിക്കും. നമുക്ക് നമ്മുടെ അയൽവാസി ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങി, റെഡ്. നമ്മളോട് ചോദിക്കും, എന്തേ ബ്ലാക്ക് വാങ്ങിയാൽ പോരായിരുന്നോ? ചോദിക്കില്ലേ? നിങ്ങൾ ജന്മത്തിൽ ബ്ലാക്ക് സാരി എടുത്ത് പോയിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് കൊടുക്കണ്ടേ? നിങ്ങളല്ല നമ്മൾ. പക്ഷെ നമ്മളെന്താ ചോദിക്കുക? ഈ മോഡലിന്റെ ബ്ലാക്ക് ഒരല്പം നന്നായിരുന്നു കേട്ടോ, ഉണ്ടോ? അവരുടെ ഇഷ്ടത്തിന് അവർ റെഡ് വാങ്ങി. നമ്മൾ എന്ത് പറയണം? വൗ, നല്ല കളറായിട്ടോ, ഞാനൊരു കാർ എടുത്താലും ഈ കളറാണ് ഞാൻ എടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലേ? അയൽവാസി TV വാങ്ങിച്ചു 64 ഇഞ്ച്. അയ്യോ, ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ ഈ ഭിത്തിയിലേക്ക്? 32 മതിയായിരുന്നല്ലോ. പറയാറുണ്ടോ നമ്മൾ? പറയാറുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞാൽ തെറ്റല്ല. ഫൗണ്ടേഷൻ ഡയമണ്ട് കഴിഞ്ഞ് പോയിട്ടും പറഞ്ഞാൽ കാശ് വരില്ല. കാശ് വരണമെങ്കിൽ ആര് മാറണം? ഹലോ, ഇൻഡസ്ട്രി ബിസിനസ്സിൽ കാശ് വരും. അർച്ചിത് രമേശ് സാറിനെ പോലെ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആവാൻ നമുക്ക് പറ്റും. അതിന് നമ്മൾ